5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുഭാഷിതം പ്രേക്ഷകർക്ക് ഒരു സുപ്രഭാതത്തോടുകൂടി ഇന്ന് തുടങ്ങാം. ഇന്ന് ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന വീഡിയോ അന്താരാഷ്ട്ര തലത്തിൽ നിന്നാകട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക്, 3ാം ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള വളരെ ഗൗരവമായൊരു ചോദ്യവുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം ഉണർന്നിരിക്കുന്നത്. അതിനിടയിൽ ഒരു അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സമാധാനം നൽകുന്ന ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. കാരണം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭ വളരെ വർഷങ്ങളായി വളരെ വീക്കായി ദുർബലമായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്നലെ നടന്നിട്ടുള്ള ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെയും ഇറാൻ തിരിച്ചടിച്ചതിൻ്റെ ടെല്ലവീവിൽ തിരിച്ചടിച്ചതിൻ്റെയൊക്കെ ഫലമായി ഐക്യരാഷ്ട്രസഭയുടെ UN രക്ഷാസമിതി വളരെ പെട്ടെന്ന് തന്നെ യോഗം ചേരുകയുണ്ടായി. UN രക്ഷാസമിതിയിലേക്ക് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള റഫേൽ ഗ്രോത്തിയെ വിളിച്ചു വരുത്തി. കാരണം അദ്ദേഹം വളരെ വലിയ ശാസ്ത്രജ്ഞനാണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഡയറക്ടർ ജനറലാണ് റഫേൽ ഗ്രോത്തി. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇറാനിൽ സംഭവിക്കുന്നത്, ആണവ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ച നടത്തുകയുണ്ടായി. അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്ന വളരെ വളരെ രസകരമാണ്. അതായത് ഇറാനിൽ 3 കേന്ദ്രങ്ങളിലായിട്ട് യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ 3 കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമ്പുഷ്ടീകരണ പ്രവർത്തനം 60%-അധികം ആയിക്കഴിഞ്ഞു. അതിൽ 90% ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ആണവ ഊർജ്ജമുള്ള രാജ്യമായി മാറും. പിന്നെ അത് പ്രതിസന്ധി വർദ്ധിക്കും. ഇതിനിടയിലാണ് നമ്മുടെ ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹം, അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ മറ്റ് ചില കുഴപ്പങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ അദ്ദേഹം ഇതിനകത്തൊരു കളി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഗാസയിലെ ആക്രമണത്തോടു കൂടി ഇസ്രായേലുമായിട്ട് തെറ്റി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയും. പക്ഷേ ഗാസയുടെ ആക്രമണത്തോടു കൂടി ഇസ്രായേലുമായിട്ട് തെറ്റിയിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത്. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ആണവ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ആണവ യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള സമാധാന കരാറുകളാണ് നമുക്ക് ലോകത്ത് വേണ്ടതെന്ന് ട്രംപ് ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് ലോകരാജ്യങ്ങളിലടക്കം പാകിസ്ഥാനിൽ ഉൾപ്പെടെ പോയി പാകിസ്ഥാനിൽ എന്താണ് സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ ഭീകരാക്രമണം നടത്തിയപ്പോൾ ഒരു നിഷ്പക്ഷ നിലപാട് അടിച്ചു കളഞ്ഞു. പിന്നെ അവസാനം ഒത്തുതീർപ്പിന്റെ മീഡിയേഷൻ നടത്തി ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ട്രംപ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ചില കളികളൊന്നും നമുക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. അദ്ദേഹം എങ്ങോട്ടാണ് ഈ ലോകത്തെ കൊണ്ടുപോകുന്നത്? അദ്ദേഹം ഒരു യുദ്ധ കൊതിയൻ പോലെ വളരെ ഒരു വശത്തെ അയാൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി നിൽക്കും, മറുവശത്തെ അദ്ദേഹം യുദ്ധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്യും. ഇറാനിലും ഇത് തന്നെയാണ് പുള്ളി ചെയ്യുന്നത്, അതുപോലെ ഇസ്രായേലിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇറാന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയും, ചില സമയത്ത് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയും. ഇങ്ങനെ വളരെ വളരെ വലിയ തോതിൽ അദ്ദേഹം മാറിക്കളിച്ചുകൊണ്ട് ലോകത്ത് ഈ ഭീഷണികളൊക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് അമേരിക്ക നിർവഹിക്കുന്നത്. കാരണം അവരുടെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ യുദ്ധോപകരണങ്ങൾ ധാരാളമായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഡിമാൻഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഡിമാൻഡ് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ രാജ്യത്ത് നടന്നില്ല എങ്കിൽ, നേരിട്ട് രാജ്യങ്ങൾ ആക്രമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, മറ്റ് രാജ്യങ്ങളിൽ പോയി മതവും ജാതിയും വർഗീയതയൊക്കെ കുത്തിവെച്ച് അവിടെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി അതിലൂടെ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാഴ്ചയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി, UN രക്ഷാസമിതി ചേർന്നിട്ടുണ്ട്. UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ അവർ രക്ഷാസമിതി അംഗങ്ങളെ ഇറാനിലേക്കും പിന്നെ ഇസ്രായേലിലേക്കും അയക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗാസയിലേക്ക് നടക്കുന്ന ആക്രമണവും അതുപോലെ തന്നെ അതിനെ തന്നെ ആൾറെഡി അപലപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ലോകത്ത് ആണവ കേന്ദ്രങ്ങളുടെ മാറ്റാൻ, ആണവ ഊർജത്തിന്റെ ശക്തിയായി മാറ്റാൻ ഇറാനെ അനുവദിക്കരുതെന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ചർച്ച നടക്കുന്നത്. കാരണം ഇറാന്റെ കയ്യിൽ കൂടി അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് എവിടെയാണ് പ്രയോഗിക്കുക എന്നറിയില്ല. ഇന്നലെ തന്നെ ഇസ്രായേലാണ് അങ്ങോട്ടടിച്ചത്. എന്നിട്ട് ഇങ്ങോട്ട് 100ഓളം ഡ്രോണുകളാണ് ഇറാൻ അയച്ചത്. ടെല്ലവീവിലും അവിടെയും ഇവിടെയെല്ലാം നഗരങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളുമൊക്കെ വളരെയധികം മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തീർച്ചയായിട്ടും രക്ഷാസമിതിയുടെ ഈ ഉണർന്ന് പ്രവർത്തിക്കൽ പ്രശംസനീയമാണ്. പക്ഷെ അവർ എത്ര കാലം എത്ര രീതിയിൽ ഇത് പ്രവർത്തിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം രക്ഷാസമിതിയൊക്കെ വളരെ വീക്കാണ്. അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയി സമാധാനത്തിന്റെ സന്ദേശമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നതല്ലാതെ ലോകത്തിന്റെ ശക്തികളായിട്ടുള്ള G7 രാജ്യങ്ങളോ അതുപോലെ തന്നെ അമേരിക്കയോ ചൈനയെയോ ഇസ്രായേലിനോ ഇറാനെ പോലുള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് പറയാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാഖ് യുദ്ധം നടന്നപ്പോൾ തന്നെ അമേരിക്ക മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇനിയും പുതിയ യുദ്ധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള വലിയ ചർച്ചയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ സമാധാനത്തിന്റെ ഒരു സന്ദേശം, ഒരു സമാധാനത്തിന്റെ ഒരു പ്രാവ് പറക്കുന്നതായി നമുക്ക് കാണാം. അത് ലോകമാകെ വ്യാപിക്കട്ടെ. അതിനിടയിലാണ് പിന്നെ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നു. അവർ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവസാനമായി ഇതെല്ലാം യുദ്ധത്തിലേക്ക് പോകാതെ സമാധാനത്തിലേക്ക് പോകുമെന്ന് നമുക്ക്
ആഗ്രഹിക്കാം. ആണവോർജം ആരും പ്രയോഗിക്കുവാനും പാടില്ല എന്ന് മാത്രമല്ല, ആണവോർജത്തിന്റെ നിരായുധീകരണ കരാറിനെ കുറിച്ച് നാം സംസാരിച്ചു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും ഇറാനായാലും ഇസ്രായേലായാലും പാകിസ്ഥാനായാലും ലോകരാജ്യങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ വസ്തുവായി ഘടകമായി ആണവോർജം മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്.